എന്നാൽ ഒടുവിലെ ബുധൻ ഈ മാസത്തിലേത് കൊടിയ നെഹ്സിന്റെ ദിവസമാണെന്ന് പറഞ്ഞതിനെ ഞാൻ നേരത്തെ മുകളിൽ സൂചിപ്പിച്ചു. ആദ്യം ഫി യൗമി നെഹ്സിൻ മുസ്തമിർ എന്ന് ഖുർആനിൽ പറഞ്ഞ നെഹ്സിന്റെ ദിവസം എന്ന് പറഞ്ഞത് സഫർ മാസത്തിലെ ഒടുക്കത്തെ ബുധനെ സംബന്ധിച്ചാണ്. ഇനി ആരെങ്കിലും വെറുതെ സ്വക്കേടുകാരാകേണ്ടത് കേട്ടിട്ട് ഒടുക്കത്തെ ബുധൻ വരുന്നുള്ളൂ, ഈ മാസത്തിലെ ഒടുക്കത്തെ ബുധൻ. നമ്മളിപ്പോ ഈ പോണമായിരിക്കും ഇങ്ങനെ പോകുക എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ കൂടെ ഒന്നും ആ വകയിൽ ഒരു കണക്കിലെടുപ്പൊന്നും ഇല്ലെങ്കിൽ ഒരു വസുവാസം ഉണ്ടാവില്ല, ഒരു രോഗം. ഈ വസുവാസമൊക്കെ കുടുങ്ങുന്നത് അവിടെയും പിടി കേട്ടിട്ടാണ്. ഇപ്പൊ ഈ വാട്സാപ്പ് കിട്ടി നോക്കുമ്പോ എമ്പാടും കൂടും, ഓരോരുത്തരും ഇങ്ങനെ തോന്നിയാസം പറയല്ലേ. അപ്പൊ എല്ലാവരും ഇല്ലാത്തൊക്കെ എത്തുകയാണ്. അപ്പൊ നമ്മളീ പോന്നമാതിരി നമ്മളവലംബിക്കുന്ന മൂല്യന്മാരെ ആലിമീങ്ങളെ അവലംബിച്ച് ഓരോട് കാര്യങ്ങൾ ചോദിച്ച് കാര്യങ്ങളൊക്കെ നടത്തി പോരുകയാണ് നല്ലത്. ഏതായാലും ഈ മാസത്തിലെ ഒടുക്കത്തെ ബുധന് സാധാരണ എല്ലാ മാസത്തിലെ ബുധനുകൾക്കും ഒടുക്കത്തെ ബുധൻ അങ്ങനെ നേരത്തെ പറഞ്ഞ 7 ദിവസങ്ങളെ പ്രത്യേകം കാക്കണം എന്നറിഞ്ഞിട്ടുണ്ട്. എല്ലാ മാസത്തിലും ഒടുക്കത്തെ ബുധന് അങ്ങനെ ഒരു കാവലുണ്ട്. കിതാബൊക്കെ തുടങ്ങുമ്പോ ഒടുക്കത്തെ ബുധനാണ് ഇച്ചാൽ തുടങ്ങാൻ നിൽക്കൂല, അതൊക്കെ എല്ലാവരും നോക്കാറുണ്ട്. അത് നോക്കുന്നു നിന്ന് ഇനി ആ ചിന്ത മനസ്സിക്ക് വന്നിട്ടില്ലെങ്കിൽ അത് ആരും നോക്കും വേണ്ട. പരമാവധി അള്ളാഹുവിൽ തവക്കുലാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഭംഗി. എന്നാ ഓന് യാതൊരു അപകടവും വരൂല, വിശ്വാസം വരൂല, സോക്കേടും വരൂല, ഓൻ അങ്ങനെ പോവാം. അതേ രീതിയിൽ പോകുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോ വല്ല വിശ്വാസമോ പ്രയാസമോ തോന്നുന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ബുധം മാറ്റിയ ചളി കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ദിവസം ഒന്നും മാറ്റി വെച്ചു എന്തെങ്കിലും ബൈക്കുമെങ്കിൽ സുബൈക്കാരൊന്നും മാറ്റണ്ട, വേറെ സംഘമൊന്നും മാറ്റണ്ട, കണ്ടങ്ങൊന്നും മാറ്റണ്ട. പുതിയത് വല്ലതും തുടങ്ങുകയാണെങ്കിൽ മാറ്റുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമൊന്നും അതിനായിട്ടില്ല. ആകാശം ഇടിഞ്ഞു വീഴൂല, എന്തായാലും ആഹൃത്തിൽ കുറ്റവും കിട്ടൂല അതിന്റെ പേരിൽ. കാരണം ഇങ്ങനെ കേട്ടിട്ട് ആ അപകടം പോകാൻ വേണ്ടി ഒഴിവാക്കുന്നതല്ലേ. അപ്പൊ ആ നിലക്ക് നമ്മൾ അങ്ങനെ ചെയ്താൽ ഒരു മോശമല്ല. ഈ സഫറിലെ ഒടുക്കത്തെ ബുധനെയാണ് യൗമു നഹ്സിൻ മുസ്തമിർ എന്ന് പറഞ്ഞത് കൊണ്ട് ആ ദിവസത്തിൽ വർഷത്തിൽ തന്നെ പ്രത്യേകം ഈ നഹ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാക്കണമെന്ന രീതിയിൽ ചില ഇമാമികൾ പ്രത്യേകം വന്ന് ചില ദുആകളും പിഞ്ഞാണ് എഴുതി കൊടുക്കാനൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. പല തങ്ങന്മാരും പരമ്പരാഗതമായി അവരുടെ ബാപ്പപ്പാപ്പാരുടെ അനുമതി പ്രകാരം അതൊക്കെ നടത്തി വരാറുണ്ട്. അത് കിട്ടുന്നവരൊക്കെ. നമ്മുടെ നാട്ടിലാണെന്നും വഴക്കല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ വിശ്വാസമില്ല. അതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ തങ്ങന്മാരൊക്കെക്കാൾ വലിയ ആലിമീങ്ങളായി നമ്മൾ കാണുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അവറുകളോ അതുപോലെ നാദാപുരത്തെ ശംസുൽ ഉലമ അവറോ ഒടുക്കത്തെ ബുധനും തീർച്ചയായിട്ടും തന്നെയാണ്. ഒരു ബോധമൊന്നും പോകാറില്ല. ഒടുക്കത്തെ ബുധനാണ്. ഏത് മാസത്തിലെ ഒടുക്കത്തെ ബുധനാവട്ടെ, ഇനി സഫറിലെ ഒടുക്കത്തെ ബുധനെ നിരത്തി അന്നൊരു ദിവസം ഒരു ആചരണമോ അന്നൊരു പിഞ്ഞാണയത്തോ അന്നാർക്കെങ്കിലും പ്രത്യേക ഒരു ദിക്റോ ദുആയൊന്നും നമ്മളെ ഈ മശായിഖ്മാരാരും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ നിലക്ക് നമ്മളിങ്ങനെ പോന്നാൽ നമുക്കൊരു പേടുമില്ല. ഇനി പരമ്പരാഗതമായി ആരെങ്കിലും ആ മാസം, അതായത് സഫറിലെ ഒടുക്കത്തെ ബുധന് പ്രത്യേകം ആപത്ത് വരാതിരിക്കാൻ വർഷാന്തം വല്ലതും എഴുതി കൊടുക്കുകയോ ദുആ നടത്തുകയോ ചെയ്താൽ മോശമൊന്നുമില്ലല്ലോ. അതാരെയും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. ഇതിന്റെ പേരിലൊന്നും ആക്ഷേപിക്കേണ്ടത്. ഇതൊക്കെ ഒരു കോലാഹലം ഉണ്ടാക്കുന്നത്, ഇതിനൊക്കെ തർക്കം പറയുന്നത് ഒരു തരം പുത്തൻ പരിഷ്കാര ചിന്തയാണ്, വഹാബിസാണ്. നമ്മളതിന്റെ നല്ലപോലെ ആലോചിച്ചാൽ മതി. ആരെങ്കിലും ഒരാൾ ഇന്നൊരു ദിവസം കേടാണ് എന്ന് കേട്ടാൽ അയാളെ കാര്യങ്ങൾക്ക് അത് മാറ്റിവെച്ചാൽ അയാൾക്ക് എന്ത് നഷ്ടം, വേറുള്ളവർക്ക് എന്ത് നഷ്ടം, ദീനിനെന്ത് നഷ്ടം. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സംഭവം എന്ന് വിവരിച്ചാൽ. അതുകൊണ്ടാണ് കാര്യമായി ഈ വിഷയത്തെ പരത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. മൊത്തം പറഞ്ഞതുപോലെ ലാ സഫറ എന്ന് പറഞ്ഞാൽ സഫർ മാസത്തെ സംബന്ധിക്കുന്ന ബന്ധമല്ല. സഫർ മാസമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെങ്കിൽ സഫറിനെ മുഹറമാക്കരുത്, മുഹറമിനെ സഫറാക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ സഫർ എന്ന് പറഞ്ഞാൽ പകരുന്ന തരത്തിലുള്ള മഞ്ഞളിപ്പ് രോഗമുണ്ടാക്കുന്ന ഒരു പാമ്പാണ്. നല്ലോണം വിശന്നാൽ അത് പകരും. വിശക്കാക്കാൻ വേണ്ടി ചോറിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ആചാരമായിരിക്കും ചിലപ്പോൾ. ആളെ വല്ലാതെ വിഷമിക്കേണ്ട, ഇന്ത്യയിൽ കുറച്ച് സാധനം ഉണ്ട് ആന്റിക്ക് പകരും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വിശപ്പ് തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതും ആവാം. ആ വിശ്വാസം ശരിയല്ല എന്നാണ് ലാ സഫറ എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടുമാർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മാസത്തിൽ ഒടുക്കത്തെ ബുധൻ നഹ്സിന്റെ ദിവസമാണ് ചിന്തിക്കുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. ആ അടിസ്ഥാനമാക്കി ചിലരൊക്കെ ഈ ദിവസത്തെ നഹ്സ് ആചരിക്കുകയും ആചരിക്കുന്നത് പ്രകാരം ഈ കൊല്ലത്തിൽ തന്നെ നാശം വരാതിരിക്കാൻ വർഷാന്തം ആ ദിവസം ചിലതൊക്കെ പ്രാർത്ഥിക്കുക, ചിലതൊക്കെ എഴുതി കുടിക്കുക എന്നൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ തന്നെ ചില കിതാബുകളിൽ തഫ്സീറിന്റെ ഹാഷികളിലൊക്കെ നോക്കിയാൽ കാണും, നമ്മുടെ സ്വാവിയിലൊക്കെ തന്നെ നോക്കിയാൽ കാണും അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കേവലം ചെറിയ അടിസ്ഥാനമുള്ളത് ചെയ്യുന്നവർ ചെയ്യട്ടെ, അത് നോക്കുന്നവർ നോക്കട്ടെ. തവക്കുലാക്കുന്ന ആളുകൾ ഇതൊന്നും നോക്കാതെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.